കുറ്റിക്കാട്ടൂരിൽ തൂണിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ KSEBയുടെ പ്രാഥമിക പരിശോധനാ വിവരം പുറത്ത്. മരിച്ച മുഹമ്മദ് റിജാസ് കയറി നിന്ന കടയിലെ വയറിംഗിലും സർവീസ് വയറിലും ചോർച്ചയുണ്ടായിരുന്നെന്നാണ് KSEBയുടെ കണ്ടെത്തൽ. നല്ല മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്താണ് റിജാസ് കടവരാന്തയിൽ കയറി നിന്നത്. ഈ സമയത്ത് കടയുടെ മുകളിലെ മരച്ചില്ലകളിൽ അമർന്ന് സർവീസ് വയർ കടയുടെ തകരഷീറ്റിൽ തട്ടിയെന്നാണ് അനുമാനിക്കുന്നത്. അതുവഴി കറന്റ് തൂണിലും എത്തിയിട്ടുണ്ടാവും. കൂടാതെ കടയിലെ വയറിംഗിൽ പ്രശ്നമുള്ളതിനാൽ രാത്രി പ്രവർത്തിച്ച ബൾബിന്റെ വയറിലെ ചോർച്ചയിലൂടെയും തൂണിലേക്ക് വൈദ്യുതി പ്രവഹിച്ചിട്ടുണ്ടാകുമെന്നും സംശയിക്കുന്നുണ്ട്. ഈ രണ്ട് പ്രാഥമികമായ അനുമാനങ്ങളാണ് KSEB പങ്കുവയ്ക്കുന്നത്. സംഭവ ദിവസത്തിന് മുൻപേ പകൽ പരാതി ലഭിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധിച്ചതാണ്. എന്നാൽ പരിശോധനയിൽ ലീക്കുള്ളതായി കണ്ടെത്തിയിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടുതൽ മൊഴിയെടുത്ത ശേഷം അന്തിമ റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് കൈമാറും. ഞായറാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. കടവരാന്തിയിൽ കയറിയ സഹോദരനെ കാത്തുനിൽക്കവെയാണ് റിജാസിന് ഷോക്കേറ്റത്. സംഭവ സമയത്ത് അവിടെയെത്തിയ സഹോദരൻ റാഫിക്കും ഷോക്കേറ്റിരുന്നു. സംഭവത്തിന് പിന്നാലെ KSEB ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി റിജാസിന്റെ കുടുംബം രംഗത്തെത്തിയിരുന്നു. തൂണിൽ ഷോക്കുണ്ടെന്ന് നേരത്തെ പരാതി നൽകിയിട്ടും KSEBയിൽ നിന്ന് വേണ്ടത്ര ശ്രദ്ധയുണ്ടായില്ലെന്നാണ് കടയുടമയുടെ പരാതി. കടയുടെ മുകളിലെ മരത്തിൽ വൈദ്യുതി ലൈൻ തട്ടി നിൽക്കുന്നത് വഴിയും കടയിലേക്ക് വൈദ്യുതി പ്രവാഹമുണ്ടെന്ന് പരാതിപ്പെട്ടിരുന്നതായും നാട്ടുകാരും പറയുന്നുണ്ട്. KSEB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മാവൂർ.